ഇപ്പോൾ അരങ്ങേറുന്ന നാടകത്തിൻ്റെ ഒരു രംഗം മാത്രമേ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളൂ. രണ്ട് രംഗം കൂടി വരാനുണ്ട്. ഒന്ന് UDFൻ്റെതാണ്, പിന്നെ ഒന്ന് BJPയുടേതാണ്. ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടൊരു കാര്യമല്ല, വളരെയേറെ ആലോചിച്ച് പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ രണ്ട് രംഗം കൂടി അവതരിച്ചതിന് ശേഷം ഞാൻ പറയുന്നതായിരിക്കും ഭംഗിയെന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അതുകൂടെ വന്നിട്ട് പറയുന്നതായിരിക്കും ഭംഗിയെന്ന് തോന്നുന്നു. അല്ല, ഇപ്പോൾ അങ്ങനെ പറയുന്നതനുസരിച്ചാണെങ്കിൽ UDFും അതുപോലെ BJPയുമായി ചേർന്ന് സുധാകരൻ ഒരു നാടകം ആസൂത്രണം ചെയ്യുന്നതാണ്. നമ്മളെല്ലാം അരിയാഹാരം കഴിക്കുന്നവരല്ലേ, നമ്മളൊന്നും മണ്ടന്മാരല്ലല്ലോ. പിന്നെ ഇത്തരമൊരു സാഹചര്യം നമ്മുടെ മുന്നിൽ വന്നാൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പിലേക്ക് ഇതുപോലൊരു സാഹചര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്ന് വർഷങ്ങൾ നിന്ന് അദ്ദേഹം കൂടി അധ്വാനിച്ചുണ്ടാക്കിയൊരു പാർട്ടി ഒക്കെയാണ്, അതൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ അത് പറയുമ്പോഴും ദീർഘനാൾ മറ്റ് ആൾക്കും ലഭിക്കാത്തൊരു പരിഗണന ലഭിച്ച ഒരാൾ, ഏതാണ്ട് 2021 വരെയും ഈ ഭാഗമൊക്കെ വഹിച്ചിരുന്ന ഒരാൾ, ഒരുപക്ഷെ ആരാധ്യനായ VS പോലും ഇത്രയും പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ടാവില്ല. അത്രയും പരിഗണന കിട്ടിയ ഒരാൾ, അദ്ദേഹം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാം. ഇതുപോലെ ഒരാൾ പാർട്ടിയെ ചതിച്ച് ഇങ്ങനെ നിലപാടിലേക്ക് എത്തിയാൽ എങ്ങനെയാണ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ വരുന്ന ആളുകളെ നേരിടേണ്ടതെന്നുള്ള കാര്യം സഖാവ് സുധാകരൻ തന്നെ മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റായി ഇരിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാഠങ്ങൾ പഠിച്ചവരാണ് ഞങ്ങളെല്ലാം. ശക്തമായി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളെ അണിനിരത്തി ശക്തമായി ഇത്തരം കാര്യങ്ങൾ നേരിട്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകാലത്ത് പോയിട്ടുള്ളൂ. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും.